നമ്മൾ ഈ ഒരു വീഡിയോയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കിയായുള്ള ബ്ലോക്ക് സിഫറാണ് പഠിക്കാൻ പോകുന്നത്. ബ്ലോക്ക് സിഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലോക്ക് പ്ലെയിൻ ടെക്സ്റ്റ്, ആ ഒരു ബ്ലോക്ക് പ്ലെയിൻ ടെക്സ്റ്റിനെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത് നമ്മൾ അതിൻ്റെ സിഫർ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര ബിറ്റാണ് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ടായിരുന്നത് അത്രയും ബിറ്റ് തന്നെ ആയിരിക്കും എന്തിലും വരിക, സിഫർ ടെക്സ്റ്റിലും വരിക. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു ABC എന്ന് പറഞ്ഞുള്ള ഒരു പ്ലെയിൻ ടെക്സ്റ്റിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് PQR എന്ന് പറഞ്ഞുള്ള സെയിം സൈസിൽ തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ എന്തെന്ന് വിളിക്കും? ബ്ലോക്ക് സിഫർ എന്ന് വിളിക്കും. മനസ്സിലാവും? അപ്പോൾ ഇതാണ് ഈ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ബ്ലോക്ക് സിഫറിൽ ചെയ്യുന്നത് സെയിം സൈസിൽ തന്നെ നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ ഈ ബ്ലോക്ക് സൈസ് ഞാൻ പറഞ്ഞു ഫിക്സഡ് ആണ്, ഒരു ഗിവൺ സ്കീമിൽ ഫിക്സഡ് ആയിട്ടാണ് അതിൻ്റെ സൈസ് വരുന്നതെന്ന്. അപ്പോൾ ഈ ബ്ലോക്ക് സൈസിൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് ഈ ഒരു എൻക്രിപ്ഷൻ സ്കീമിനെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പം നമുക്ക് വരുന്നൊരു ഡൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ABC A എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും A എന്ന് കൊടുത്തു എന്ന് വിചാരിക്കും. A അല്ല, ഇവിടെ P എന്ന് കൊടുത്തു. അതായത് ഈ ഒരു Aക്ക് ഈക്വാലൻ്റ് ആയുള്ള കൺവേർഷൻ വന്നത് ഇവിടെ എന്തായിരുന്നു? P ആണ്. സോ സിമിലർലി ഈ ഒരു Aക്കും എന്ത് തന്നെ വരണം? P എന്നുള്ളതും വരണമല്ലോ. ക്ലിയർ ആയോ? സോ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഇവിടെ സംഭവിക്കാൻ ചാൻസ് ഉള്ളത്, അല്ലേ? അപ്പോൾ ചില സെയിം ബ്ലോക്ക് സൈസ് ആകുമ്പോൾ സംഭവിക്കാൻ ചാൻസ് ഉള്ളത് എന്താണ്? നമ്മൾ യൂസ് ചെയ്ത ഒരു ക്യാരക്ടർ എന്താവാൻ ചാൻസ് ഉണ്ട്? സെയിം കോഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അത് എപ്പോഴും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ സെയിം സൈസ് വരികയാണെങ്കിലും എപ്പോഴും ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്ന അൽഗോരിതം അനുസരിച്ച് അതിൻ്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കീയുടെ ലെങ്ത് അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ക്ലിയർ ആയോ? ഫോർ എക്സാമ്പിൾ, ഇവിടെ കീ നമ്മൾ 3 ആയിട്ട് കൊടുത്തെന്ന് വിചാരിക്കുക. അതായത് മൂന്നാമത്തെ ലെറ്റർ, A കഴിഞ്ഞ് മൂന്നാമത്തെ ലെറ്ററാണ് എടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 3 - 3 ഒരു ഓർഡറിൽ എടുക്കാം. അതായത് ആദ്യത്തത് 3 എണ്ണം മുന്നിലോട്ടും പിന്നത്തത് 3 എണ്ണം പുറകിലോട്ടും, അങ്ങനെയും നമുക്ക് എടുത്തുകൂടെ? അപ്പോൾ ഇങ്ങനെ പല മെത്തേഡിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കീ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതനുസരിച്ച് ഈ ലെറ്റേഴ്സ് സെയിം ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ സിഫർ ടെക്സ്റ്റിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കീ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. ഇനി ഈ ബ്ലോക്ക് സിഫറിൽ വരുന്ന സ്കീംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരുപാട് നമ്പർ ബ്ലോക്ക് സിഫർ മെത്തേഡ്സ് അവൈലബിൾ ആണെന്ന് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ പലതും ഇന്ന് പബ്ലിക്കലി അറിയുന്നതാണ്, അല്ലേ? ചിലതൊക്കെ എന്താണ് പബ്ലിക്കലി അറിയാതെ വെക്കുന്നതുണ്ട്. കാരണം എന്താ? അത്രയും സെക്യൂരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അതിലെ പോപ്പുലർ ആയുള്ളതും നമ്മുടെ സിലബസിൽ പറയുന്നതായുള്ളതാണ് ഇപ്പം നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, ഡിജിറ്റൽ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്, DES എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡാണ്. ഇത് 1990s വന്നൊരു ബ്ലോക്ക് സിഫറാണ്. ഇത് സ്മോൾ കീ സൈസിനൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. സ്മോൾ കീ സൈസിന് യൂസ് ചെയ്യുന്നതാണ്. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതും കൂടിയാണ് കേട്ടോ. നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം ഇത് പറഞ്ഞതിന് ശേഷം. പിന്നെ ഉള്ളത് DDES ആണ്. ഇതും ഒരു വേരിയൻ്റ് ആയുള്ളൊരു സ്കീമാണ്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് DES യൂസ് ചെയ്യാണ്. വേരിയൻറ്റ് സ്കീം ബേസ്ഡ് ഓൺ റിപ്പീറ്റഡ് DES അപ്ലിക്കേഷൻ എന്നാണ് പറയാം. അപ്പോൾ ഇത് DES തന്നെയാണ്. DES ഒന്നിൽ കൂടുതൽ തവണ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ദെൻ ഇതൊക്കെ ഇപ്പോൾ ആക്ച്വലി ഇൻഎഫിഷ്യൻ്റ് ആണെന്ന് പറയാം. കാരണം പുതിയ ഫാസ്റ്റർ ആയുള്ള ബ്ലോക്ക് സിഫേഴ്സ് മെത്തേഡ്സ് ഒക്കെ അവൈലബിൾ ആണ്. ദെൻ അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് ആയുള്ള AES ആണ് മറ്റൊന്ന്. ഇതും എന്താണ് ഈ പറഞ്ഞ പോലെ തന്നെ ബ്ലോക്ക് സിഫറിൽ വരുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ മെയിനായിട്ട് ഓർത്ത് വയ്ക്കുക, DES, DDES, അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് AES, ഇതൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടേമും കൂടെ ഉണ്ട്, സ്ട്രീം സിഫർ എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഓരോ ബൈനറി ഡിജിറ്റിലും നമ്മൾ എന്ത് ചെയ്യും? അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു ABC എന്ന് പറഞ്ഞതാണ് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് വിചാരിക്കാം. നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞത് ABC ആണ്. ഈ Aനെ നമ്മൾ കൺവേർട്ട് ചെയ്തൊരു ബൈനറി കോഡാക്കി മാറ്റി. അതുപോലെ Bനെയും നമ്മളൊരു കോഡാക്കി മാറ്റി. ഓക്കെ ആണല്ലോ? അതുപോലെ Cനെയും മാറ്റി. ഇനി ഇതിൽ ഓരോ ബിറ്റിനെയും ഈ 1നെ നമ്മൾ എന്ത് ചെയ്യും? ഒരു കീ കൊടുത്തുകൊണ്ട് അതിനൊരു ബിറ്റ് നമ്മൾ എന്ത് ചെയ്യും? ജനറേറ്റ് ചെയ്യും. ക്ലിയർ ആയോ? അതായത് ഈ ക്രിപ്റ്റോഗ്രഫിക് കീയും അൽഗോരിതവും നമ്മൾ എന്ത് ചെയ്യും? ഓരോ ബൈനറി ഡിജിറ്റിലും ഇതിനകത്ത് ക്രിപ്റ്റോഗ്രഫിക് കീ കൊടുക്കും. അൽഗോരിതം അപ്ലൈ ചെയ്തിട്ട് അതിനൊരു ആൻസർ ജനറേറ്റ് ആവും. അങ്ങനെ ഓരോ ബിറ്റിനെയും അറ്റ് എ ടൈം ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ സ്ട്രീം സിഫറിൽ ഉണ്ടാവുന്നത്. ക്ലിയർ ആയോ? അങ്ങനെ നമുക്ക് സ്ട്രീം സിഫർ കിട്ടും. അപ്പോൾ ഈ മെത്തേഡ്
ഇത് മോഡേൺ ക്രിപ്റ്റോഗ്രഫിയിൽ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഇതിൻ്റെ മെയിൻ ആൾട്ടർനേറ്റീവായുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ബ്ലോക്ക് സിഫർ തന്നെയാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കീയും അൽഗോരിതം അപ്ലൈ ചെയ്യുന്നത് ഒരു ബ്ലോക്കിലേക്കായിരിക്കും. ഇൻഡിവിജ്വൽ ബിറ്റ്സിന് കൊടുക്കുന്നതിന് പകരം ഫോർ എക്സാമ്പിൾ ഒരു 32 ബിറ്റിന് നമ്മൾ എന്ത് ചെയ്യും, അറ്റ് എ ടൈം അങ്ങ് കൊടുക്കും. ഓരോന്നിന് കൊടുക്കുന്നതിനേക്കാൾ, അതായത് സ്ട്രിംഗ് സിഫറിനേക്കാൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്, ബ്ലോക്ക് സിഫറാണ്. കാരണം ഇൻഡിവിജ്വൽ ബിറ്റ്സിന് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് എന്തിൽ അപ്ലൈ ചെയ്യുന്നതാണ്, നമ്മൾ ഒരു ബ്ലോക്കിൽ അപ്ലൈ ചെയ്യുന്നതാണ്. ഇനി അടുത്ത 2 ഇമ്പോർട്ടൻ്റ് ആയുള്ള കോൺസെപ്റ്റാണ് സിമ്മട്രിക് ആൻഡ് അസിമ്മട്രിക് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. സിമ്മട്രിക് കീ ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെയിം കീ തന്നെ 2 സൈഡിലും യൂസ് ചെയ്യുക. നമ്മൾ നേരത്തെ പഠിച്ച എക്സാമ്പിൾ ഞാൻ കീ ഫസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കീ ഈസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ എൻക്രിപ്റ്റ് ചെയ്യുന്നതും ഇവിടെ ഈ പ്ലെയിൻ ടെക്സ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നത്, എൻക്രിപ്ഷൻ ഓഫ് പ്ലെയിൻ ടെക്സ്റ്റ് എന്ത് യൂസ് ചെയ്തിട്ടാണ്, സെയിം കീ, അതായത് കീ 3 ആണെങ്കിൽ അത് യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ഡീക്രിപ്ഷൻ ഓഫ് ദ സിഫർ ടെക്സ്റ്റ് എന്ത് യൂസ് ചെയ്തിട്ടാണ്, സെയിം കീ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ സെൻഡ് ചെയ്യുന്ന സൈഡിലും റിസീവ് ചെയ്യുന്ന സൈഡിലും ഒരേ കീ, നമ്മൾ മുന്നേ പഠിച്ച ആ സെയിം മെത്തേഡ് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എങ്ങനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളത്, ആ ഒരു രീതിയിൽ ചെയ്യുന്നതിനെയാണ് സിമ്മട്രിക് കീ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ സെൻഡറും റിസീവറും, അതായത് എൻക്രിപ്ഷൻ സൈഡും നമ്മുടെ ഡീക്രിപ്ഷൻ സൈഡും ഒരേ കീ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് എക്സാമ്പിളായുള്ള അൽഗോരിതംസ് ആണ് DESഉം DDDSഉം. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ഫാസ്റ്ററാണ്. പിന്നെ കീ എന്ത് ചെയ്യണം, നമ്മൾ സെക്യൂർ വേയിൽ എന്ത് ചെയ്യണം, എക്സ്ചേഞ്ച് ചെയ്യണം. ഹാക്കർക്ക് ഈസിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്നാണ് അതിനെ വിളിക്കുക. കാരണം എന്താ, ആ കീ 3 എന്നുള്ളത് ഇവർക്ക് വേണമെങ്കിൽ 1 2 3 4 എന്ന് പറഞ്ഞ് 26 ലെറ്റേഴ്സും എന്ത് ചെയ്യാൻ പറ്റും, ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റുമല്ലേ. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു മീനിങ് ഫുൾ ആയുള്ള വേർഡ് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതത്ര സെക്യൂർ ആയുള്ള മെത്തേഡ് അല്ല. അപ്പോൾ ഏറ്റവും സിമ്പിളും ഫാസ്റ്ററും ആയാണ്. എക്സാമ്പിൾ ഓർത്ത് വയ്ക്കുക, DESഉം DDDSഉം. ഇനി അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി ആണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ കയ്യിലും, അതായത് സെൻഡ് ചെയ്യുന്ന ആളുടെ കയ്യിലും റിസീവ് ചെയ്യുന്ന ആളുടെ കയ്യിലും എന്തുണ്ടായിരിക്കും, 2 കീസ് ഉണ്ടായിരിക്കും. ഒരു പ്രൈവറ്റ് കീയും ഉണ്ടായിരിക്കും, ഒരു പബ്ലിക് കീയും ഉണ്ടായിരിക്കും. പബ്ലിക് കീയും പ്രൈവറ്റ് കീയും, ഇങ്ങനെ 2 കീസാണ് ഉണ്ടാവുക. ഈ പബ്ലിക് കീ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പ്രൈവറ്റ് കീ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ, ഇപ്പോൾ സെൻഡറിൻ്റെ പ്രൈവറ്റ് കീ സെൻഡർക്ക് മാത്രമേ അറിയുള്ളൂ, റിസീവറിൻ്റെ പ്രൈവറ്റ് കീ റിസീവർക്ക് മാത്രമേ അറിയുള്ളൂ. പബ്ലിക് കീ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആലീസ് എന്ന് പറഞ്ഞ ആൾക്ക് ബോബ് എന്ന് പറഞ്ഞ ആൾക്ക് ഒരു ടെക്സ്റ്റ്, ഒരു പ്ലെയിൻ ടെക്സ്റ്റും അയക്കണം. അപ്പോൾ അത് എൻക്രിപ്റ്റ് ചെയ്യുന്നത് ആലീസിന് എന്തറിയും, ബോബിൻ്റെ പബ്ലിക് കീ അറിയാം. പബ്ലിക് കീ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ബോബിൻ്റെ പബ്ലിക് കീ ഉപയോഗിച്ചിട്ടാണ് ആലീസ് എന്ത് ചെയ്യുന്നത്, എൻക്രിപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ആ എൻക്രിപ്റ്റ് ചെയ്ത് കിട്ടിയ സിഫർ ടെക്സ്റ്റിനെ ബോബിന് തിരിച്ച് റീഡ് ചെയ്ത് പ്ലെയിൻ ടെക്സ്റ്റ് ആക്കണമെങ്കിൽ ബോബിൻ്റെ പ്രൈവറ്റ് കീ ഉപയോഗിച്ചിട്ടാണ് ഡീക്രിപ്റ്റ് ചെയ്യുക. ക്ലിയർ ആയോ? അപ്പോൾ 2 സൈഡിലും 2 കീ അല്ലേ. അപ്പോൾ ആലിസിന് ബോബിന് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ ആലിസിന് എന്തറിയണം, ബോബിൻ്റെ പബ്ലിക് കീ അറിയണം. ബോബിൻ്റെ പബ്ലിക് കീ യൂസ് ചെയ്തുകൊണ്ട് മെസ്സേജ് അയക്കുന്നു. ബോബിന് അത് ഡീക്രിപ്റ്റ് ചെയ്ത സിഫർ ടെക്സ്റ്റിന് ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഹി ഷുഡ് നോ, അല്ല എന്തായാലും അറിഞ്ഞിരിക്കും അല്ലേ, പ്രൈവറ്റ് കീ അറിയും. ആ ഒരു പ്രൈവറ്റ് കീ ഉപയോഗിച്ചുകൊണ്ട്, ബോബിൻ്റെ സ്വന്തം പ്രൈവറ്റ് കീ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഡീക്രിപ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് 2 കീസ് ഉണ്ട് അല്ലേ, പബ്ലിക് കീയും പ്രൈവറ്റ് കീയും ഉണ്ട്. പബ്ലിക് കീ എല്ലാവർക്കും അറിയുന്നതാണ്, പ്രൈവറ്റ് കീ ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 2 കീസ് യൂസ് ചെയ്യുന്നുണ്ട്, ഓർത്ത് വയ്ക്കാം. കീസ് നമുക്ക് യൂസേഴ്സിന് ഈ കീ കിട്ടുന്നത് എവിടെ നിന്നാണ്, ഒരു സർട്ടിഫിക്കറ്റ് അതോറിറ്റിയിൽ നിന്നാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മോർ സെക്യൂർഡ് ആണ്, ഒതൻറ്റിക്കേഷനൊക്കെ റിലയബിൾ ആയിരിക്കും. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് കോംപ്ലക്സ് ആണ്. ഇനി 2 കാറ്റഗറീസിൻ്റെയും നമ്മളൊരു കമ്പാരിസൺ നമുക്കിവിടെ നോക്കാം. സിമ്മട്രിക്കും അസിമെട്രിക്കും പറയുമ്പോൾ നമുക്ക് ഇവിടെ അറ്റാക്ക് ചെയ്യുന്നത് കുറച്ചും കൂടെ എന്തായിരിക്കും, ഈസി ആയിരിക്കും. കാരണം ഈ സിഫർ ടെക്സ്റ്റ് സെയിം കീ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കിനുള്ള ചാൻസ് കൂടുതലാണ്. നേരെ മറിച്ച് ഇവിടെയാണെങ്കിൽ എൻക്രിപ്റ്റ് ചെയ്യുന്നതും ഡീക്രിപ്റ്റ് ചെയ്യുന്നതും എന്താണ്, ഡിഫറെൻ്റ് ആയുള്ള കീസ് യൂസ് ചെയ്തിട്ടാണ് അല്ലേ. അപ്പോൾ ആ 2 കീയും കിട്ടിയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ തിരിച്ച് ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പം അസിമെട്രിക് ആണെന്നുണ്ടെങ്കിൽ അവിടെ 2 കീസ് ഉണ്ട്, പബ്ലിക് കീയും പ്രൈവറ്റ് കീയും. എൻക്രിപ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഏത്, പബ്ലിക് കീ. ഡീക്രിപ്റ്റ് ചെയ്യാൻ ഏതാണ്, പ്രൈവറ്റ് കീയും. അപ്പോൾ ഈ കീസ് ജനറേറ്റ് ചെയ്യുന്നത് ഒരുമിച്ചാണ്. ദീസ് കീസ് ആർ ജനറേറ്റഡ് ടുഗദർ അല്ലേ. പബ്ലിക് കീ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഫ്രീലിയാണ്, സെൻഡറും റിസീവറിൻ്റെ ഇടയിലാണ്, അത് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് എന്താണ്,
നമ്മൾ ഹിഡൻ ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ പ്രൈവറ്റ് കീ യൂസ് ചെയ്യുന്നത് ഡീക്രിപ്ഷന് വേണ്ടിയിട്ട് മാത്രമാണ്. അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, സെൻഡറും റിസീവറും തമ്മിൽ ഷെയർ ചെയ്യുന്നില്ല. അത് റിസീവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വർക്കിംഗ്. നമുക്ക് ഈ ഒരു കാർട്ടൂൺ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എന്ത് ചെയ്യാണ്, ആദ്യത്തെ സ്റ്റെപ്പിൽ പബ്ലിക് കീ സെൻറ്റർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? റിസീവറിൻ്റെ പബ്ലിക് കീ ആർക്ക് കൊടുത്തു? സെൻറ്റർക്ക് കൊടുത്തു. സെൻറ്റർ അത് ഉപയോഗിച്ചുകൊണ്ട് ആ പ്ലെയിൻ ടെക്സ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സിഫർ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ആ സിഫർ ടെക്സ്റ്റ് ആർക്ക് കൊടുക്കുകയാണ്? നമ്മുടെ റിസീവർക്ക് കൊടുക്കുകയാണ്. ആ സിഫർ ടെക്സ്റ്റിനെ ഡീക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ട് ചെയ്യും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഒരു അറ്റാക്ക് വരാൻ ചാൻസ് ഉള്ളത് രണ്ട് സൈഡിലാണ്. ഒന്ന് കീ കിട്ടണം, അല്ലേ? പിന്നെ എന്താണ്, ആ സിഫർ ടെക്സ്റ്റും കിട്ടണം. പക്ഷെ അത് കിട്ടിക്കൊണ്ട് കാര്യമില്ല. എന്തും കൂടെ കിട്ടിയാൽ മാത്രമേ ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രൈവറ്റ് കീയും കൂടെ കിട്ടിയാലേ പറ്റുള്ളൂ. ഇനി അസിമെട്രിക്കിൽ വരുന്നത് RSAയും അതുപോലെ ഡിജിറ്റൽ സിഗ്നേച്ചർ അൽഗോരിതമാണ്. അപ്പം നോക്കുക, സിമെട്രിക്കിൽ DESഉം അതുപോലെ തന്നെ ട്രിപ്പിൾ DESഉം പിന്നെ ഏതായിരുന്നു, നമ്മൾ DESൽ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? സിമെട്രിക്കിന് എക്സാമ്പിൾ പറഞ്ഞത് ട്രിപ്പിൾ DES അല്ലേ? ഇനി ഇതല്ലാത്ത അൽഗോരിതംസും ഉണ്ട്. നമ്മൾ ഈ ഒരു രണ്ടെണ്ണമാണ് മെയിനായിട്ട് പറയുന്നത്. ഇനി അസിമെട്രിക് ആണെന്നുണ്ടെങ്കിൽ അസിമെട്രിക്കിൽ വരുന്നത് RSA അൽഗോരിതവും അതുപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചർ അൽഗോരിതവും. അപ്പോൾ സിമെട്രിക്കും അസിമെട്രിക്കും എന്ന് പറഞ്ഞുള്ള രണ്ട് കോൺസെപ്റ്റാണ് ഈ ഒരു എൻക്രിപ്ഷനിൽ വരുന്നത്. ഓക്കെ ആണല്ലോ? സിമെട്രിക്കും അസിമെട്രിക്കും, സെയിം കീ യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കീ യൂസ് ചെയ്യുന്നതും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? അസിമെട്രിക് ആയിരിക്കും, അല്ലേ? കാരണം അതിനകത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? രണ്ട് കീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഇതല്ലാത്ത അൽഗോരിതംസും നമുക്ക് ആക്ച്വലി വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ളതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ചോദിക്കുള്ളൂ. ഇപ്പോൾ ഡിഫി ഹെൽമാൻ, ഇതിനകത്ത് സിമെട്രിക്കിൽ വരുന്ന മറ്റൊന്നാണ് നമ്മുടെ അസിമെട്രിക്കിൽ വരുന്നതാണ് ഡിഫി ഹെൽമാൻ എന്ന് പറഞ്ഞ ഒന്ന് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് AES അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത്, അതുപോലെ തന്നെ ക്വാഡ് എന്ന് പറഞ്ഞുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് മാച്ച് ദ ഫോളോവിങ് ആ രീതിയിലൊക്കെ, അല്ലെങ്കിൽ ഒരു അസേർഷൻ റീസൺ ആ ഒരു രീതിയിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത്. ഇനി ഈ ഒരു ടേബിൾ ഒന്ന് നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്താണ് കീ യൂസ് ചെയ്യുന്നത്? ഇവിടെ എന്താ, സെയിം കീ അല്ലേ? ഇവിടെ 1 കീ എൻക്രിപ്ഷനും അനദർ കീ എന്തിനാണ്? ഡീക്രിപ്ഷനും. എൻക്രിപ്ഷൻ കീ ഈസ് ഈക്വൽ ടു ഡീക്രിപ്ഷൻ കീ. ഇവിടെ നോട്ട് ഈക്വൽ ആണ്. സ്പീഡ് ഏറ്റവും ഫാസ്റ്റ് ആവുന്നത് ഏതിലാണ്? സിമെട്രിക് ആണ്, കാരണം ഒരു കീ മതി. പിന്നെ എൻക്രിപ്റ്റഡ് ടെക്സ്റ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് സെയിമോ അല്ലെങ്കിൽ ലെസ് ദാനോ ആയിരിക്കും, അല്ലേ? ഇവിടെ കൂടുതലാവാനാണ് ചാൻസ്, കാരണം ഒന്നിൽ കൂടുതൽ കീസൊക്കെ വരുന്ന സമയത്ത്. കീയുടെ ഷെയറിംഗ് ആണ് ഇവിടെ ഒരു മെയിൻ പ്രോബ്ലം. ഇവിടെ അത് പ്രോബ്ലം ഇല്ല, കാരണം ഒരു കീ ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നുള്ളൂ. ഇത് യൂസ് ചെയ്യുന്നത് എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും വേണ്ടിയിട്ടാണ്. നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചറൊന്നും ഇതിനകത്ത് പറ്റില്ല. നേരെ മറിച്ച് ഇതിനകത്ത് നമ്മൾ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും യൂസ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ ജനറേഷനും പറ്റും. പിന്നെ സിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത് ലോങ് മെസ്സേജസിനൊക്കെയാണ് ആപ്റ്റ് ആയിട്ടുള്ളത്. അസിമെട്രിക് എന്ന് പറയുന്നത് കുറച്ചും കൂടി എഫിഷ്യൻറ്റ് ഷോർട്ടായുള്ള മെസ്സേജസിനാണ്, കാരണം അത് കുറച്ച് സ്ലോവറും കൂടിയാണ്, കുറച്ച് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതുമാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് DES അൽഗോരിതമാണ്. അപ്പോൾ ആദ്യം ഈ തിയറി പാർട്ടൊക്കെ ഒന്നുകൂടെ നന്നായി പഠിച്ചതിന് ശേഷം നമുക്ക് DES നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.